ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ഓട്സ് പക്കോട റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പക്കോട റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. ഞാനിപ്പോൾ ഒരു 1.5 സവാള, വലിയ സവാളയിൽ ഒരു 1 സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. സവാള ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തതാണ്. ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാൻ ഗ്രേറ്ററിലൊന്നും അല്ല അരിഞ്ഞെടുത്തിട്ടുള്ളത്, സാധാരണ നമ്മൾ കത്തി വെച്ചിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും കൂടിയാണ്. ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് തന്നെ നമുക്ക് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് പച്ചമുളകും കൂടി. ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളകിൽ ഒരു പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്ന ചേരുവകളുടെ അളവ് അനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളും കൂടിയാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതിൻ്റെ പേരിലാണ് 1 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നത്. കുറച്ച് എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. മല്ലിപ്പൊടിയുടെ അളവ് നമ്മൾ ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരല്പം മല്ലിപ്പൊടിയും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി എത്രമാത്രം ഓട്സാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന്. അതിൻ്റെ പേരിലാണ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ സവാളയിലുള്ള ഇതിലൊക്കെ മാറിയിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇതുപോലെ നല്ലതുപോലെ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഓട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഓട്സ് ഇപ്പോൾ 250 ml കപ്പിൽ 1.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാമിൻ്റെ കണക്ക് ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ അത് കൊടുത്തിരിക്കാം എത്രയാണെന്നുള്ളത്. അപ്പോൾ സാധാരണ ഓട്സ് തന്നെയാണ്, പ്രത്യേകിച്ച് ഫ്ലേവർ ഉള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മസാല ചേർന്നതോ അങ്ങനത്തെ ഓട്സ് ഒന്നുമല്ല. സാധാരണ നമ്മൾ നോർമൽ ഓട്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനിയിപ്പോൾ എത്രത്തോളം ഓട്സ് വേണോ, കൂടുതൽ ഓട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓട്സും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് നമ്മളിതിലേക്ക് കായം ചേർക്കുന്നത്. നമ്മൾ സാധാരണ സാമ്പാർ കായം ഉണ്ടല്ലോ, ആ കായപ്പൊടി തന്നെയാണ്. അപ്പോൾ കായപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ടും കായപ്പൊടി ചേർത്തേക്കണം. അപ്പോൾ ഇനി ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കാരണം നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഈ വെള്ളം എല്ലാം ഈ ഓട്സ് വലിച്ചെടുക്കും. അതിനനുസരിച്ചിട്ട് മാത്രം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എങ്ങാനും വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഓട്സ് ഇട്ട് നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം.
ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അധികം വെള്ളം ഒന്നും ചേർക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഈ മിക്സ് ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് കിട്ടണം. ഇതാണ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെയാണോ നമ്മുടെ സൗകര്യം ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ മാത്രം നമ്മൾ വെച്ചിരുന്നാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പക്കോട തയ്യാറാക്കി എടുക്കുന്നത്. ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഓരോന്നും എണ്ണയിലേക്ക് ഇടുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ പക്കോട തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ നല്ല വലിയ ബോൾസൊക്കെ തയ്യാറാക്കി എടുക്കാൻ നിൽക്കരുത്. എങ്കിൽ പിന്നെ കുറേ സമയം പിടിക്കും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേരിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടി പീസാക്കി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. അത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം. മീഡിയത്തിൽ നിന്ന് അല്പം കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരല്പം പോലും എണ്ണയൊന്നും വലിച്ചെടുക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ക്രിസ്പി ആയിട്ടുമാണ് നമുക്ക് ഈ സ്നാക്ക് കിട്ടുന്നത്. ഇത് തന്നെ നമുക്കിനിയിപ്പോൾ ഫ്രൈയിങ് പാനിലല്ലാതെ ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പകരം നമുക്കിത് ഓവനിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ട് കിട്ടിക്കോളും. നമുക്ക് തന്നെ ഇത് അറിയാൻ പറ്റും, നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം ഉണ്ടാകുന്നത്. നല്ലതുപോലെ ഇത് മൊരിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ അറിയാം. ആ ഒരു രീതി ആകുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. വൈകുന്നേരം ചായക്കൊപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള ഓട്സ് കൊണ്ടുള്ള ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അധികം എണ്ണ ഒന്നും വലിച്ചെടുക്കാത്തൊരു സ്നാക്കാണ്. അപ്പോൾ ഓട്സ് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ചായക്കൊപ്പം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും ചെയ്യണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മുടെ സ്നാക്കെല്ലാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കായിരിക്കും എന്ന്. അപ്പോൾ നമ്മളിത് ഓട്സിലാണ് തയ്യാറാക്കിയത്. നമ്മൾ പറയുന്നത് ആർക്കും കണ്ടുപിടിക്കാനേ പറ്റില്ല. വളരെ ക്രിസ്പിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പീസ് കഴിച്ച് നോക്കാം. മസാലയുടെ ടേസ്റ്റും ആ എരിവും ഒക്കെ ആയിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ പക്കോട കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇങ്ങനെ വെറുതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം സൈഡിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ പിന്നെ പറയാനും ഇല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.